ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പുതിയൊരു പ്രൊമോ വന്നു. ഒരു പ്രൊമോ ആണോ, പ്രൊമോ ആയിട്ട് നമുക്ക് കൂട്ടാം അല്ലേ. അവർ എഴുതിയിട്ടുണ്ട് ബിഗ് ബോസ് 7 ഒരു പ്രൊമോ ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ എഴുതിയിട്ടുണ്ട്. ഒരു എന്താണ്, ബിഗ് ബോസിന്റെ ഹൗസിനെ പറ്റിയുള്ള ഒരു പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അല്ലേ. കണ്ടിരുന്നു എല്ലാവരും. ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇപ്പം കണ്ടിട്ട് അപ്പം തന്നെ എന്നെ എഴുതി വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു പ്രൊമോയിൽ നമുക്ക് കുറച്ച് ക്ലൂ ആയിട്ട് എന്തൊക്കെയോ തരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ആ ക്ലൂ നമുക്ക് നോക്കിയാലോ. ഇനി ഇത്തവണത്തെ ബിഗ് ബോസിൽ 25 പേരായിരിക്കോ ഫസ്റ്റ് ഡേ കയറാൻ പോകുന്നത്, അറിയുമോ? നമുക്ക് നോക്കാം. ഈ പ്രൊമോയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബിഗ് ബോസിന് തുടക്കം എന്ന് വെച്ചാൽ ഒരു ബിഗ് ബോസും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. എന്നുവെച്ചാൽ അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ്, ബിഗ് ബോസേ എന്താണ് എന്ന് പറയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, എന്താണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ പണിയണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശരിയാണ്, കുറേ വർഷങ്ങളായി ഈ വാടക വീട്ടിൽ കിടന്ന് മടുത്തു എന്ന് പറയാണ്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയുന്നത്, ഇത്രയും നാളും അറിയാമല്ലോ നമ്മളൊരു ഇത്രയും നാളും അവർ വേറെ ആൾക്കാർ സെറ്റിലായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീസൺ 1 ആയിരുന്നെങ്കിൽ മുംബൈയിലൊരു സെറ്റ്, സീസൺ 2, 3 ഒക്കെ ചെന്നൈ സെറ്റ്, 4 ആയപ്പോഴത്തേക്കും മുംബൈ, 5 ആയപ്പോഴത്തേക്കും മറാഠി സെറ്റ്, അങ്ങനെ സെറ്റുകൾ അവർക്ക് സ്വന്തമായിട്ട് സെറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ക്ലിയർ ആക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, നമ്മുടെ വീടിന് നല്ല വലിപ്പം വേണം എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ പറയണല്ലോ. ലാലേട്ടൻ പറയാണ്, നമ്മുടെ വീടിന് നല്ലൊരു വലിപ്പം വേണം എന്ന് പറയാണ്. അപ്പോൾ എല്ലാ സൗകര്യമുള്ള അടുക്കള വേണം, പിന്നെ വിരുന്നുകാരൊക്കെ വന്നാൽ ഇരിക്കാൻ ഒരു പൂമുഖം. അതിനർത്ഥം എന്താ, ഈ തവണത്തെ ബിഗ് ബോസിൽ ഗസ്റ്റുകൾ ഉണ്ടാകുമോ എന്നാണോ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല. അങ്ങനെ വിരുന്നുകാരെന്നൊക്കെ പറയുമ്പോൾ വിരുന്നുകാരെന്ന് വെച്ചാൽ എന്താ, ഗസ്റ്റ് അല്ലേ. അപ്പോൾ ഇത്തവണ ബിഗ് ബോസിൽ ഗസ്റ്റായിട്ട് കുറച്ച് ആൾക്കാർ വരുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും കൂടി ആഹാരം കഴിക്കാൻ ഇത്രയും ഉള്ള വലിയ ഡൈനിങ് ടേബിളാണ്. വെച്ചാൽ അതൊരു പ്രൊമോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ മണ്ണ് വെച്ചിട്ടുള്ള ഒരു സാൻഡ് വെച്ചിട്ടുള്ള ഒരു ആർട്ട്. ഇങ്ങനെ അതെനിക്ക് ആ സംഭവം അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു വർക്ക് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ മണ്ണൊക്കെ വെച്ചിട്ട് ഒരു നിഴൽ പോലെയൊക്കെ ഉണ്ട് ഒരു സംഭവമാണത്. അപ്പോൾ അതിൽ ഇങ്ങനെ കാണിക്കുക, ലാലേട്ടനും ഉള്ളൊരു കാണിക്കുകയാണ്, ഒരു കോമിക് പോലെ കാണിക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത്, എല്ലാവർക്കും കൂടി ആഹാരം കഴിക്കണം ഇത്രയും വലിയ ഡൈനിങ് ടേബിൾ വേണം, പിന്നെ നമുക്ക് ഉറങ്ങാൻ ഒരു ഡബിൾ ബെഡ്റൂം വേണം. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ്, ബെഡ്റൂം കുറച്ച് വലുതായിക്കോട്ടെ? വലുതായിക്കോട്ടെ, 10-25 പേർക്ക് ഉറങ്ങാനുള്ള വലിപ്പം ഉണ്ടായിക്കോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ 10-25 പേരുണ്ടെന്ന് പറയുമ്പോൾ 25 പേര് കണ്ടസ്റ്റൻസ് ആയിരിക്കുമോ? 25 കണ്ടസ്റ്റൻസ് എന്തായാലും ടോട്ടൽ അല്ലായിരിക്കും, വൈൽഡ് കാർഡ് എല്ലാം ചേർത്തിട്ടല്ലായിരിക്കും. കാരണം 25 എന്ന് വെച്ചാൽ 10-25 പേർക്കാണെങ്കിൽ ഒരു സമയത്ത് 25 പേരുണ്ടാവുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അല്ലേ. അപ്പോൾ 25 കണ്ടസ്റ്റൻസ് ആയിരിക്കും ഫസ്റ്റ് ഡേ, നമുക്കറിയില്ല. ഇതൊക്കെ ചിലപ്പോൾ ഒരു ക്ലൂ ആയിട്ട് നമുക്ക് തരുമായിരിക്കും. ഇതൊക്കെ ഒരു ക്ലൂ ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊമോയിൽ തരുമായിരിക്കും, അറിയില്ല. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയാണ്, വലുതായിരുന്നോട്ടെ, ഒരു 10-25 പേർക്ക് ഉറങ്ങാനുള്ള വലിപ്പം വേണം. അത് കഴിഞ്ഞിട്ട് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് വേണമെന്നൊക്കെ പറയണേ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയണം, അപ്പോൾ ഇനി മുതൽ നമുക്ക് സ്വന്തമായി കൊട്ടാരം പോലത്തെ ഒരു വീട്ടിൽ നമുക്ക് എന്താണ് കുശലം പറയൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് പറയണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ടെന്ന് ബിഗ് ബോസ് പറയാണ്. അതിനുശേഷം പറയാണ്, എന്താണ്, ബിഗ് ബോസ് 7 ഓഗസ്റ്റ് 3 മുതൽ രാത്രി 7 മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് ആണെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ പ്രൊമോ. അപ്പോൾ ഇതിൽ ഈ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് കാര്യമുണ്ട്. ഇത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ കുറച്ച് ആദ്യത്തെ ടൈമിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ പുതിയൊരു സെറ്റ് മേടിച്ചു, ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടിയിട്ട് പുതിയൊരു സെറ്റ് മേടിച്ചു എന്ന് അറിഞ്ഞു. അപ്പം അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കൺഫ്യൂഷൻ എല്ലാം തീർന്നത് ചെന്നൈ സെറ്റിലൊന്നും അല്ല. ആരാണ്ടൊക്കെ പറഞ്ഞിരുന്നു ചെന്നൈ സെറ്റിലൊക്കെ ആണെന്ന്, പക്ഷേ ചെന്നൈ സെറ്റിലൊന്നുമല്ല, നമുക്ക് വേണ്ടിയിട്ടൊരു പുതിയ സെറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി ഒരു സെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം അറിഞ്ഞു, ബിഗ് ബോസിന്റെ ഇത്തവണത്തെ ഒരു തീം എന്ന് പറയുന്നത് സ്വർഗവും നരകവും ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അറിയില്ല, നമുക്ക് നോക്കാം. സ്വർഗം നരകമാണോ തീം എന്ന് നമുക്ക് നോക്കാം. എന്തായാലും സ്വന്തമായിട്ട് ഈ പ്രൊമോയിലൂടെ നമുക്ക് ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ടൊക്കെയാണ് ഈ പ്രൊമോ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, കൊള്ളാം. നമുക്കൊരു ചെറിയ ക്ലൂവും കിട്ടുന്നുണ്ട്. ഇത് പ്രൊമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിഗ് ബോസ് മലയാളത്തിന് ഒരു പുതിയ ബിഗ് ബോസ് ഹൗസ് വന്നിട്ടുണ്ട്, പണിയുന്നുണ്ട്. അപ്പൊ പണിയുന്നുണ്ടല്ല, പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അവസാനത്തെ ഘട്ടത്തിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായി വരട്ടെ. അപ്പോൾ ഇനിയും പുതിയ പ്രൊമോകളൊക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. പിന്നെ 9 ഡേയ്സും കൂടെ ഉള്ളത് അല്ലേ? ഇനി നാളെ വരില്ല, ഒരു 6 ഡേയ്സ്, മൺഡേ മുതൽ നമുക്കൊരു കൗണ്ട് ഡൗൺ പ്രൊമോ ടിക് 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 എന്ന് പറഞ്ഞ 6 ഡേയ്സ് 5 ഡേയ്സ് 4 ഡേയ്സ് 3 ഡേയ്സ് എന്നുള്ള പ്രൊമോ വരാം. അത് കഴിഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ലോഞ്ചിന്റെ ഒരു പ്രൊമോയും വരും. അതിന് വേണ്ടിയിട്ടാണ് സത്യം പറയാൻ കാത്തിരിക്കുന്നത്. ഗ്രാൻഡ് ലോഞ്ചിന്റെ പ്രൊമോ ആണ് അടിപൊളി. കുറെ ചെറിയ രീതിയിൽ ആൾക്കാരെ കാണിച്ചിട്ടുള്ള ഒരു പ്രൊമോ ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വെയിറ്റിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.